ആഷാഢം പാടുമ്പോൾ ആത്മാവിൻ രാഗങ്ങൾ ആനന്ദ നൃത്തമാടുമ്പോൾ. ഇസാക്കേ, ഓ തുടക്കത്തിലേ തെറ്റി. സത്യമായിട്ടും തെറ്റിക്കൽ കോമഡി അല്ലേ ഇത്? തെറ്റിക്കൽ കോമഡി അല്ല, സത്യമായിട്ടും തെറ്റിക്കൽ ഒരു അബദ്ധം പറ്റി പോയതാ. ഒന്നുകൂടെ ഒരു മിനിറ്റ് ഒന്നുകൂടെ പോയിട്ട് ഒന്നുകൂടെ വരാം. ആ പാട്ട് ഒന്നുകൂടെ ഒന്നുകൂടെ പ്ലീസ്. ആ പാട്ട് ഒന്നുകൂടെ. ആഷാഢം പാടുമ്പോൾ ആത്മാവിൻ രാഗങ്ങൾ ആനന്ദ നൃത്തമാടുമ്പോൾ. ഇസാക്കേ, ഓ വീണ്ടും തെറ്റി. ഇസാക്കി തന്നെ പിടിച്ചു പോയിക്കോളാം. സർലാക്കേ, അയ്യോ ഇതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ഇപ്പൊ കറക്റ്റായിട്ട് വരികയും ചെയ്ത്. എടി സർലാക്കേ, എന്തിനായിട്ട് എന്നെ ഇങ്ങനെ ഇനീഷ്യലി ചേർത്ത് വിളിക്കുന്നത്? സരളേന്നങ്ങ് വിളിച്ചാ പോരെ? മോളെ, നിന്നോടുള്ള ബഹുമാനം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിളിക്കുന്നത്, അല്ലാതെ കൗണ്ടർ ഇല്ലാത്തോണ്ടല്ല. ആ പിന്നെ എടി, രാവിലെ നീ ഒരു സ്പെഷ്യൽ തന്നല്ലേ എനിക്ക് എന്തോന്ന് കഴിക്കാനായിട്ട്. അതിന്റെ പേരെന്തോന്നീ? അത്രക്ക് ഇഷ്ടമായല്ലേ? അതുകൊണ്ടല്ല, പിന്നെ ചത്ത് മേലോട്ട് ചെല്ലുമ്പോ എന്ത് കഴിച്ചിട്ടാ മരിച്ചെന്ന് അവര് ചോദിച്ചാ ഞാൻ എന്തോന്ന് പറയാൻ, അതുകൊണ്ട് ചോദിച്ചതാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ദൈവത്തെ ഓർത്ത് ഞാൻ പണിക്ക് പോകുമ്പോ ഇതുപോലുള്ള ആഹാരങ്ങളൊന്നും എനിക്ക് തന്നു വിടരുത് നീ. അതെന്ത്? അതെന്താ? ഇവിടുത്തെ കക്കൂസും ഞാനും തമ്മിൽ പ്രണയത്തിലാവും. 24 മണിക്കൂർ ഞാൻ അതിനെ കണ്ടോണ്ടല്ലോടി ഇരിക്കുന്നത്. നീ വെച്ചിട്ട് പോ. എന്റെ അമ്മ, ഇതെന്തോന്നേ റബ്ബർ ബാൻഡിട്ട് കെട്ടിവിട്ട കുഞ്ചാക്കോ ബോബൻ. അല്ല, എന്റെ വണ്ടി ഒന്ന് കഴുകണമായിരുന്നു. നിർവാഹമല്ല, എന്റെ വണ്ടി ഒന്ന് കഴുകണമായിരുന്നു. പിന്നെ തുണി കഴിവാനായിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് വരുവോ? ആണോ? ആ, നിങ്ങള്? ഞാനോ? ഞാൻ ഉദയപുരം കോട്ടയിലെ സുൽത്താൻ. ആണോ? ഞാൻ കണ്ട അറിഞ്ഞുകൂടാ ഞാൻ ഇവിടുത്തെ ജോലിക്കാരാണ്. ആണോ? എങ്കിൽ എന്റെ വണ്ടി എങ്ങനെയെങ്കിലും ഒന്ന് കഴുകി തരണം. നിർവാഹമില്ല. അതിന്റെ അർത്ഥം എന്തുവാ? അയ്യോ പറഞ്ഞോണ്ട് അതിന്റെ അർത്ഥം എന്തുവാ? അല്ല, കൊച്ചു വീട്ടിൽ ഇരുന്ന് പഠിക്കുന്ന കേട്ടപ്പോ ഇങ്ങനെ പറയുന്നത് കേട്ട് എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. ഒരു പഞ്ച് പരിപാടിയല്ലേ അതൊക്കെ വെച്ച് കീച്ചല്ലേ. നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? അത് ഇവിടെ പറ്റത്തില്ല ഇപ്പം. അതിനാണോ? അത് പറഞ്ഞപ്പോ എന്താണ്, എന്തുകൊണ്ട് പറ്റത്തില്ല? കറണ്ട് പോയി. എങ്ങനെ പോയി? ബിബിൻ ജോർജ് ഇവിടെ വന്ന് പറഞ്ഞ് വെടിക്കെട്ടിന്റെ 2ാം ഭാഗം ഇറക്കുന്നുണ്ടെന്ന്. അപ്പൊ കറണ്ട് എന്നെ നോക്കിട്ട് ഇങ്ങനെ അടുത്തിട്ട് അവന്റെ കൂടെ ഇറങ്ങി അങ്ങ് പോയി. പിന്നെ അല്ലാണ്ട് കറണ്ട്, ഈ കേരളത്തിൽ കറണ്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ ആ KSEB ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. അത് പറ. KSEB എത്ര പ്രാവശ്യം ഞാൻ വരെ വിളിക്കുന്നറിയാവോ? ഞാൻ സ്പീക്കർ ഫോൺ ഇട്ട് കേൾപ്പിക്കാം. ഹലോ ഹലോ, 24 മണിക്കൂറും നിങ്ങളുടെ സേവനങ്ങൾക്കായി കാത്തിരിക്കുന്ന KSEB-യിലേക്ക് സ്വാഗതം. ഞാൻ ഈ KSEB ഓഫീസർ സൗണ്ട് എവിടെ കേട്ടിട്ടുണ്ട്? ഇവിടെ നിന്ന് വിളിച്ചാൽ ഈ സൗണ്ട് മാത്രമേ നമ്മൾ കേൾക്കൂ. ഈ ഓഫീസർ മാത്രമേ ഉള്ളൂ ഒച്ച വരാനായിട്ട്, വേറെ ആരും ഇല്ല. സാറേ, ഞാൻ ഈ ജപ്പാനിന്ന് വിളിക്കുക. തമ്പുരാനെ, ഇവിടെ ഉള്ളത് തന്നെ ശരിയാക്കാൻ വയ്യ. താണ്ട ജപ്പാനിന്നൊക്കെ. സാറേ, നമ്മുടെ അരൂർ ജംഗ്ഷനുള്ള ജപ്പാൻ കാർ വാഷ്, അവിടുന്ന് വിളിക്കുവാന്നാ പറഞ്ഞത്. എന്താ കാര്യം? സാറേ, കറണ്ട് പോയിട്ട് എത്ര നേരം? ഇവിടെ കറണ്ട് ഇല്ല. ഇവിടെയും കറണ്ട് ഇല്ല. ഞാനതാരോട് പറയും? നിങ്ങൾക്ക് വിളിച്ചു പറയാൻ ഞാനെങ്കിലും ഉണ്ട്. സാറേ, എത്രയും പെട്ടെന്ന് ഈ ലൈൻ ഒന്ന് ക്ലിയർ ആക്കി തരാമോ സാറേ? ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, മറുപടി കിട്ടിയാൽ ഉടൻ ലൈൻ സെറ്റ് ആകും. സാറ് വേറെ റൂട്ടിലാ പോകുന്നത്. സാറ് വെച്ചോ. ഇതാണ് സംഭവം. ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ചോദിക്കാൻ വേണ്ടി, എന്താണ് ഈ ജപ്പാൻ കാർ വാഷ് ഇട്ടത് നിങ്ങള്? പിന്നെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിൽ നിന്ന് എടുത്ത് വണ്ടി കഴിയുമ്പോൾ പിന്നെ ജപ്പാൻ അല്ലാതെ ഞാൻ ചൈന ഇടാൻ പറ്റുമോ? എത്രയും വേഗം എന്റെ വണ്ടി ഒന്ന്. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ മെയിൻ ആളാണ്? മെയിൻ ആളാണ്. നിങ്ങളെ പേര്? എന്റെ പേര് ആട് കിടന്നെടുത്ത് രാജൻ. ആട് കിടന്നുപിടുത്ത രാജനോ? എടുത്തതല്ല, ആട് കിടന്നെടുത്ത്. അതെന്റെ വീട്ടുകാരാണ് ആട് കിടന്നെടുത്ത്. ഞങ്ങളുടെ വീട്ട് തറവാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആടുകളുള്ളതായിരുന്നു. പക്ഷെ എല്ലാം പോയി കേട്ടാ. അയ്യോ, അതെങ്ങനെ? അതെന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു വലിയൊരു കഥയാണ്. ഈ കഥയിൽ വല്ലതും ഉണ്ടാ? ഈ കഥ കേറുവാണെങ്കിൽ ഇത് നമ്മുടെതാ, ഇല്ലെങ്കിൽ ഇത് കോട്ടയനസർ അടിച്ച ഒരു കൗണ്ടറായിട്ട് വിചാരിച്ചാൽ. ഒരു ദിവസം ആടിന് തീറ്റ കൊടുക്കാനായിട്ട് ഞാൻ ഇങ്ങനെ പമ്മി വരുവായിരുന്നു. എന്തിനാ പമ്മി പോണത്? ഒരു കഥ തുടങ്ങുമല്ലേ, പമ്മി പോയാൽ ചിലപ്പോ കേറി പോയാലോ. ഇങ്ങനെ ഞാൻ ആടിനെ തീറ്റ കൊടുക്കാനായിട്ട് ഇങ്ങനെ പമ്മി ചെന്ന് ഞാൻ തീറ്റ എടുത്തപ്പോ ആട് എന്നെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ അങ്ങോട്ട് മാറി നിന്നാണ്ടിങ്ങനെ പൊന്നാല കുത്താണോ? പിന്നെ ആട് വേറെ ആരാണ്ട് കൊടുത്ത ആഹാരം വെച്ച് ഇങ്ങനെ അയവർക്ക് കഴിച്ചോണ്ടിരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെടുവോ? ഞാൻ അപ്പൊ തന്നെ അവിടെ പുല്ലും വല്ല കാടി വൈക്കോലും പാർച്ച അങ്ങോട്ട് എടുത്തിട്ട്, എടാ ആടെ, നാളെ മുതൽ നീ ഒന്നും ഇവിടെ കാർത്തിടാന്ന് പറഞ്ഞു ഒറ്റയേറ് ഞാൻ അതിനെ പ്രാവിട്ടുണ്ട്. എന്നിട്ട് രാവിലെ 1 ലക്ഷം രൂപ കിട്ടേണ്ട ആടിനെ 5000 രൂപയ്ക്ക് ഞാൻ വിറ്റ്. നഷ്ടം സംഭവിച്ചില്ലേ? നഷ്ടം സംഭവിച്ചാൽ എന്താ? എന്റെ പ്രാക്ക് വലിച്ചില്ലേ?
ഇല്ലെങ്കിൽ രാവിലെ ഞാൻ ആടിനെ ചെന്ന് നോക്കുമ്പോ ആട് എന്റെ മുഖത്ത് നോക്കി ആക്കി കഴിഞ്ഞാൽ ഞാൻ അവിടെ ബ്ലിങ്കി പോകത്തില്ലേ? 1 ലക്ഷം രൂപ കൊണ്ട് കളഞ്ഞിട്ടാണ് ഇവിടെ സ്റ്റാഫായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ പണിക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ എത്ര വേഗം എന്റെ വണ്ടി ഒന്ന് വാഷ് ചെയ്ത് തരണം. ഏ? എന്റെ വണ്ടി ഒന്ന് വാഷ് ചെയ്ത് തരണം. ശ്ശെ, സാർ പറ്റത്തില്ലെന്ന് പറഞ്ഞേ വണ്ടി പറ്റത്തില്ലേ? ആ, ഞാനായിരുന്നു മനസ്സിലായില്ലേ? ഇല്ല ആരാണ് നിങ്ങളാരാ? ഞാൻ റിട്ടയർഡ് എക്സ് വിക്രമൻ തമ്പി. ഇപ്പൊ പട്ടാളക്കാരനാണോ? അല്ലല്ല, വില്ലേജ് ഓഫീസറാ. പിന്നെ വില്ലേജ് ഓഫീസറാ? ആ, പിന്നെ എക്സ് എന്ന് പറഞ്ഞ റിട്ടയർഡ് എന്റെ ഭാര്യയുടെ എക്സാ ഞാൻ. എന്ന് വെച്ചാൽ മനസ്സിലായില്ല. അവള് വേറെ ആളോടെ പോയി. എന്നാലും അവളെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ആ. അപ്പൊ ഞാൻ അവളെ എക്സ് ആണല്ലോ. ആ, അത് ശരി. അപ്പൊ ഇതെന്താണ്? അതല്ല, ഇങ്ങനെ ഭാര്യയുടെ കേസൊക്കെ വരുമ്പോൾ നമ്മള് പ്ലിങ്കി നിൽക്കും. പ്ലിങ്കി അപ്പൊ വലിച്ചോണ്ടിരിക്കാനാ. ആണോ? അല്ലാതെ അമ്മയാണ് ഇത് ഒരു മോഡലും അല്ല. മോഡലല്ലേ ഇത്? അല്ല അല്ല അല്ല. ഇപ്പൊ കറക്റ്റ് മോഡലായി. ഏതെങ്കിലും പരസ്യചിത്രത്തിൽ പോയി അഭിനയിക്കാം. നെഞ്ചുവേദന എടുത്താ? വാറും വലിച്ചടിച്ചിട്ട് പോയെന്നിട്ട്. അപ്പൊ കുടുംബം പരമായി ജീവിക്കാൻ കഴിയുന്നില്ല സാർ. എനിക്ക് ദാമ്പത്യ ജീവൻ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. സാർ എനിക്ക് തോന്നുന്നു സാറിന്റെ ജാതകത്തിന് എന്തോ വിഷയമുണ്ട്. അതെ അതെ അതെ. ആ, സാറിന്റെ നാളെന്താ സാറേ? വീട്ടുകാർ ഓരോന്നൊക്കെയാണ് പറയണത്. മാമൻ പറയണത് 3 പറയണത്. 3 നാളായിട്ടാ? ഇന്നലെ രാവിലെ ഞാൻ കിടന്നുറങ്ങി എഴുന്നേറ്റപ്പോ എന്റെ അടുത്ത് പറഞ്ഞത് എന്റെ നാളെ മൂലം. അത് കമന്ന് കിടന്ന് ഉറങ്ങിക്കൊണ്ടായിരിക്കും. ആണോ? അപ്പൊ രണ്ടാമത്തത് പറയണ്ട, മൂന്നാമത്തെ പറ. മൂന്നാമത്തത് ഞാൻ അച്ചാർ എടുക്കാൻ വേണ്ടി അടുക്കളയിൽ പോയപ്പോ എന്റെ അടുത്ത് പറഞ്ഞത് എന്റെ നാള് ഭരണിയെന്ന്. പിന്നെ അച്ചാർ ഭരണിയിലല്ലാതെ പിന്നെ അവന്റെ പുക്കിളിനകത്ത് ഇടാൻ പറ്റുമെന്ന് ചോദിക്കണ്ടായിരുന്നു. അയ്യോ, അത് ശരിയാണ്. അല്ല പിന്നെ കാരണം എന്നറിയാമോ? ആ. എന്റെ മാമന് ഭയങ്കര മറവിയാണ്, മറവി രോഗം. ഇപ്പൊ ആശുപത്രിയിലാക്കി. ആണോ? ആ, എന്നിട്ട് തിരിച്ചു വിളിച്ചോണ്ട് വന്നില്ലേ? തിരിച്ചു വിളിച്ചോണ്ടിരുന്നില്ല. എന്താ വരാത്തെ? മറവി രോഗം മാറിയ കാര്യം മാമൻ മറന്നുപോയി. ഫോൺ അടിക്കുന്നു. ഹലോ ഹലോ ആ. ഹലോ, ഞാൻ ഫെർണാണ്ടസ് ആണ്. ആ. നിങ്ങൾ എന്താണ് എന്റെ സ്കൂട്ടി കഴിവാത്തത്? എടാ, എന്റെ സ്കൂട്ടി എന്താണ് നിങ്ങൾ കഴിവാത്തത്? എടാ ഫെർണാണ്ടസ്, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു നിന്റെ സ്കൂട്ടി ഇവിടെ കഴിവൂലെന്ന് വെച്ചിട്ട് പോകാൻ മാറി അവിടുന്ന്. അവന്റെ സ്കൂട്ടി കഴിവാൻ പോകുന്നു. എന്റെ പൊന്നു സുഹൃത്തെ, ആ പുള്ളിക്കാരൻ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയായിരിക്കും. ആ സ്കൂട്ടി ഒന്ന് കഴുകി കൊടുത്തുകൂടായിരുന്നോ? എന്റെ സാറേ, ഈ സ്കൂട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓടിച്ചോണ്ട് പോകുന്ന സാധനമല്ല. പിന്നെ അവന്റെ വീട്ടിൽ വളർത്തുന്ന പൂടപ്പട്ടിയുടെ പേരാണ് സ്കൂട്ടി. ശ്ശേടാ, പട്ടിയെ കുളിപ്പിക്കാനാ? പിന്നെ ഞാൻ ഈ മിഷൻ വെച്ച് അതിനെ കഴുകി കൊടുക്കണമെന്ന്. ഹിമക്കരടി പോലെ വന്ന ആ പട്ടിയെ ഞാൻ ഇത് വെച്ച് കഴുകി കഴിഞ്ഞാൽ സണ്ണി ലിയോണ് പോകുന്ന പോലെ അത് ഇവിടുന്ന് പോകും കൂടെ. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ എത്ര വേഗം കറണ്ട് വന്നോടനെ എന്റെ വണ്ടി ഒന്ന് വാഷ് ചെയ്ത് തരണം. പറ്റത്തില്ല സാറേ. അതെന്താ? അത് പറ്റത്തില്ല. ഇവിടെ ഒരുപാട് സെലിബ്രിറ്റികളുണ്ട്. ഇവിടെ സെലിബ്രിറ്റികളുണ്ട്. അവരെയൊക്കെ വണ്ടി എനിക്ക് കഴുകണം. ആരൊക്കെയാണ് വരാറ്? എല്ലാ കിടക്കുന്ന വണ്ടി കണ്ടാ? ഓ, കണ്ട്. അത് ആരെയാണെന്നറിയാവോ? ഇല്ല. സിനിമാ നടി മഞ്ജു പിള്ളയെ അറിയോ? മഞ്ജു പിള്ളയെ അറിയാം. അറിയാവോ? അറിയാം. അവരുടെ കാറാണത്. സാറേ, സത്യം പറയാലോ, ആ ചേച്ചിയുടെ വണ്ടി ഇവിടെ വരുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. അതെന്താ? നമുക്ക് വലിയ പണിയില്ല. ഇച്ചിരി പോലും പൊടി അതിനകത്തില്ല, അഴുക്കുമില്ല. അത്ര ക്ലീൻ ആണ് അവൻ. അതൊക്കെ കാര്യം മനസ്സിലായില്ലേ? ഇല്ല, ഒരു പൊടിയും കാണൂല. ആ. കാരണം ഈ പുള്ളിക്കാരി എപ്പോഴും മനോരമ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക്. ഈ പുള്ളിക്കാരിയെ വീട്ടിൽ നിന്ന് വെളി ഇറങ്ങുമ്പം പുള്ളിക്കാരിയുടെ കാറ് ഇൻഡിക്കേറ്റർ കാണിക്കും. എന്തോന്ന്? എന്തിനാ? പക്ഷെ കാര്യം എന്നൊക്കെ പറഞ്ഞാലും എന്റെ അനിയത്തിയുടെ വൈറ്റ് പൊങ്കാല അടിപൊളിയാണ്ട് ആഘോഷിക്കാൻ പറ്റി. അതെങ്ങനെ? ആ വണ്ടിയുടെ ഡിക്കിയിലുണ്ടായിരുന്ന അതിനു വേണ്ടിയുള്ള പലഹാരങ്ങൾ മൊത്തം. സെലിബ്രിറ്റി എന്ന് പറഞ്ഞാല് നമ്മുടെ കെവിനെ അറിയോ? എന്റെ ഇവിടെ ഉണ്ട്. അല്ലെന്നോ, എന്റെ ആത്മാർത്ഥ ഫ്രണ്ട്സ് ആണ് അവന്മാര്. ആണോ? എന്റെ ഫ്രണ്ട്സ് അവന്മാര്. എടാ മുതുക്ക് വേണ്ടേ, ഇത്രയും പ്രായം നിനക്കായി എന്നിട്ട് ഈ കൊച്ചു കുട്ടികളാണ് നിന്റെ കൂട്ട്. അത് തെറ്റാണ് കേട്ടാ, തെറ്റാണ്. ആ കോട്ടയം നസീറിന് വിപിൻ ജോർജിനെ കൂട്ടാക്കാൻ എനിക്ക് എന്തുകൊണ്ട് ആ പിള്ളേരെ കൂട്ടാക്കി കൂടാ? അത്രയും പ്രായം ഉണ്ടാ? പിന്നല്ലാതെ. പക്ഷെ അവന്മാർ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിഷമിച്ചിരിപ്പിക്കുന്നുണ്ടല്ലോ, എന്നെ വിളിച്ച് ഓരോരോ തമാശകൾ പറയും. തമാശ പറയും? സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയത്താണ് റിലാക്സ് ആവുന്നത്. അടുത്തൊരു തമാശ എനിക്ക് പറഞ്ഞുതരോ? അവന്മാര് പറഞ്ഞതാ. ഇന്നലെ ഈ മെനിഞ്ഞാന്ന് അമ്മ എന്നെ വിളിച്ച് പരീക്ഷ ഇടയ്ക്കായാലും വിളിച്ചിട്ട് എനിക്കൊരു കിണ്ണം കാച്ചിയ തമാശ പറഞ്ഞു. അമ്മ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറയാണ്, എന്റെ ചേട്ടൻ വെറും വയറ്റിൽ എത്ര ഇഡ്ഡലി തിന്നു ചോദിച്ചു. അവിടാണ് കോമഡി. സാറ് വെറും വയറ്റിൽ എത്ര ഇഡ്ഡലി തിന്നും? ഞാൻ ഒരു 5 എണ്ണം കഴിക്കും. അവിടെ തെറ്റി സാറേ. ഒരു ഇഡ്ഡലി കഴിച്ചു കഴിയുമ്പോഴേ നമ്മുടെ വയറ് വയറായില്ലേ, മറഞ്ഞില്ലേ? പിന്നെ അതെങ്ങനെ വേറും വയറാവും? നിങ്ങളെ ചിരിക്കാൻ വയ്യ. വെറും വയറ്റില് എത്ര ഇഡ്ഡലി കഴിക്കും? ഒരെണ്ണേ കഴിക്കും. വെറും വയറ്റില് എത്ര ഇഡ്ഡലി കഴിക്കും? ഒരു ഇഡ്ഡലി. 5 എണ്ണമെങ്കിൽ സൂപ്പർ കോമഡി ഉണ്ടായിരുന്നു. അമ്മയുടെ സൂപ്പർ കോമഡി ഉണ്ടായിരുന്നു. പ്ലിങ്ങി വലിച്ചോണ്ടിരിക്കുന്നില്ലേ? ഏത് ചീഞ്ഞ കോമഡിയും കേറിപ്പോന്നൊരു സ്ഥലമായിരുന്നല്ല അത്. അവിടുന്ന് വരെ ചീഞ്ഞ് വരണമെങ്കിൽ സാറിനെ സമ്മതിക്കണം. നിങ്ങൾ എത്രയും വേഗം
എന്റെ വണ്ടി ഒന്ന് കഴുകി തരണം. എനിക്ക് പറ്റത്തില്ല. കറണ്ട് വന്നാലേ നിങ്ങളുടെ വണ്ടി എനിക്ക് കഴുകാൻ പറ്റത്തുള്ളൂ. കറണ്ട് വേണ്ട, നിങ്ങൾ കൈ കൊണ്ടൊന്നും തുടച്ചു വേണം. ഞാൻ ആരാണെന്ന് വിചാരിച്ചു? ഞാൻ ഇവിടുത്തെ വെറും പണിക്കാരനല്ല, ഞാൻ ഇവിടുത്തെ ഹെഡാണ്. ഹെഡ്. എനിക്ക് പണിയൊന്നും പറ്റില്ല. നിങ്ങൾക്ക് ജോലിയോട് ആത്മാർത്ഥതയില്ല എങ്കിൽ നിങ്ങൾ ഒരു ചെയ്യില്ലായിരുന്നു കേട്ടാ. എനിക്കോ പണിയോട് എനിക്ക് ആത്മാർത്ഥതയില്ല? ആത്മാർത്ഥയില്ലെന്നോ? ഇതെന്തോ ക്യൂ കൊടുത്ത മ്യൂസിക്കിന്റെ വന്നില്ലല്ലോ. ഞാൻ മ്യൂസിക് ഇടാ മോനെ. സാറിനറിയോ, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ മൂട് കീറിയ ഒരു നിക്കർ മാത്രമേ ഉള്ളായിരുന്നു എനിക്ക്. ആ നിക്കർ വിട്ടോണ്ട് സ്കൂളിൽ പോവും, പാടത്ത് പോവും. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കട്ടക്കമ്പനി വരെ ഞാൻ പോയിട്ടുണ്ട്. കട്ട വരുത്തി ഞാനാ. എന്തുവാ വീണ്ടും മ്യൂസിക് ഇട്ട് കൊടുത്തതാ, വീഴുന്നില്ല. അത് പറഞ്ഞില്ല, വരൂല. അങ്ങനെ ആ മൂട് കീറിയ നിക്കർ വിട്ട് കട്ടക്കമ്പനിയിൽ ഞാൻ പഠിക്കാൻ പോകുമ്പോ ഒരുപാട് കട്ട എടുത്തിട്ട് തല വെക്കുമ്പോ എന്റെ കണ്ണീ കൂടെ കണ്ണുനീര് വരുമായിരുന്നു. പിന്നെ കണ്ണീന്ന് മൂത്രം വരുമോ? മ്യൂസിക് വേണ്ട, ഞാൻ വായിട്ടായിക്കോളാം. അങ്ങനെ ഞാൻ ആ മൂട് കീറിയ നിക്കറുമായിട്ട് കണ്ണുനീര് ഒലിപ്പിച്ച് ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കുമ്പോ ഒറ്റ മനുഷ്യന്മാര് പോലും എന്റെ ആ കരച്ചിൽ എന്റെ മുഖത്ത് നോക്കത്തില്ല കാണാൻ. അതെങ്ങനെ നോക്കാന്? ബാക്കിൽ ഇത്രയും വലിയ മെഗാ ഷോ നടക്കുമ്പോ ആരെങ്കിലും ഫ്രണ്ടിലെ മാറ്റം നോക്കൂ. ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്. അങ്ങനെയൊക്കെ ജോലി ചെയ്തിട്ടുള്ള മനുഷ്യനാണ് ഞാൻ. ഞാൻ ജോലി ചെയ്യത്തില്ലെന്ന്, സാറിന് വേണ്ടി ഞാൻ ജോലി ചെയ്യത്തില്ലെന്നോ? ചെയ്യോ സാറേ? ഇന്ന് ഞാൻ കഴിവ് തന്നിട്ടുള്ളൂ സാറേ. ബ്ലീച്ച് ഇടണോ അതോ തോപ്പും പൊടി ഇട്ട് കഴിവോ? തോപ്പും പൊടിയാ? അത് വേണ്ട, അത് വേണ്ട. തോപ്പും പൊടിയല്ല, തോപ്പും പൊടിയല്ല. അമ്മയുടെ തോപ്പും പൊടി ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. ഇങ്ങനെ പൊങ്ങണത് തോപ്പും പൊടിയല്ല. അത് തോപ്പും പൊടിയല്ല, അതാണ് സോപ്പും പൊടി. തെറ്റിക്കൽ കോമഡി വേണ്ട വേണ്ട എന്ന് പറഞ്ഞ അവസാനം വരെ ഞാൻ പിടിച്ചിരിക്കുകയായിരുന്നു. ഇതിന്റെ പേരിൽ ഈ വണ്ടി കഴിയുന്നതിന് ഫീസ് 5ഓ 10ഓ കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യൂടെ? ഇതുപോലത്തെ വേറെ എന്റെ ഉണ്ട്. പ്ലെങ്ങി നിൽക്കുമ്പോ വലിച്ചോണ്ടിരിക്കാം. ആണോ? ഇത് സമയത്ത് ആര് വിളിക്കണേ? ആരാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ, 24 പ്രവർത്തിക്കുന്ന KCB എന്നാണേ. പറഞ്ഞോ സാറേ. ജപ്പാനിന്ന് വിളിച്ച ആളല്ലേ? അതെ അതെ. അവിടെ കറണ്ട് വന്നോ? ഇല്ല സാർ, കറണ്ട് വന്നില്ല സാർ. ഇവിടെയും വന്നില്ല, അത് പറയാൻ വിളിച്ചതാ. അതെ, ഈ ഇതേ ജോഡിയിൽ വേറെ ഒരു ജോഡി കൂടെ കാണുമോ? അതാർക്കാ? ഈ പരമ നാർക്ക് കൊടുക്കാൻ വേണ്ടിയാ.